കേട്ടോ. ഇതുവരെ സഹിച്ച തണുപ്പിനെയൊക്കെ അതിജീവിക്കാൻ പറ്റത്തില്ല. ഇതിപ്പോൾ അതിജീവിക്കാൻ പറ്റാത്ത തണുപ്പ് ലക്നൗവിലെ ഭയങ്കര തണുപ്പ്, രക്ഷയില്ലാത്ത തണുപ്പ്. ഞാൻ എപ്പോഴും വന്നു കഴിഞ്ഞാൽ എയർപോർട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ യൂബർ വിളിക്കാൻ പോവുക, അങ്ങനെയാണ് പരിപാടി. അപ്പം യൂബറിൻ്റെ സ്പോട്ടിൽ എത്തി നിൽക്കുന്നുണ്ട്. യൂബർ വെയിറ്റ് ചെയ്യുവാണ് യൂബറിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം വഴിയെ വീഡിയോയിൽ കാണാം. ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് അൺസഹിക്കബിളായിട്ടുള്ളത് ബ്യൂട്ടിയാണ് കേട്ടോ. ഭയങ്കര തണുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ്. പക്ഷേ ഇവിടെ നാളെ ക്രിക്കറ്റ് വരുന്നത്, ക്രിക്കറ്റുകളൊക്കെ അതിന് നാളെ ഇവിടെ ക്രിക്കറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്തൂടെ ഭയങ്കര ട്രാഫിക് ബ്ലോക്കും ഭയങ്കര ജാമും ഉണ്ടാവും. ഞാനൊരു എപ്പോഴത്തെയും പോലെ ഒരു റിക്ഷായെ വിളിച്ച് ഇതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ ഉണ്ടാക്കുന്നിടത്തേക്ക്. ഭയങ്കര ബ്ലോക്ക്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, കാരണം ശരിയില്ല, അടഞ്ഞിരിക്കുക. ഓക്കെ, ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാമേ. അപ്പം എങ്ങനെയാണ് ഒറിജിനൽ ചിക്കൻ കറി വർക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാൽ, ഇതുപോലെ നമ്മൾ ആദ്യം ഡിസൈൻ വരച്ചെടുക്കും കോർണറിൽ. എന്നിട്ട് ഇതുപോലെ ഇവരിരുന്നിട്ട് ഒരു ഫ്രെയിം വെച്ചിട്ട് ഇതുപോലെ നൂല് കൊണ്ട് ചെയ്തെടുക്കും. കണ്ടോ, ആ ഒരു ഡിസൈനിനകത്തേക്കാണ് ഈ ഒരു വർക്ക് കയറ്റുന്നത്. അങ്ങനെ കുറച്ച് യുണീക്കായിട്ടുള്ള കുറച്ച് ഐറ്റംസ്, ഒത്തിരി ഒന്നുമില്ല. ഇതൊന്ന് ഞാൻ ട്രൈ ചെയ്യുവാണ് നമ്മുടെ VRSൽ ആദ്യമായിട്ട്. എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള, അതായത് ഉണ്ടാക്കുന്ന സ്ഥലത്തുനിന്ന് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിച്ചെടുക്കുവാണ്. സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ് ആൻഡ് കുർത്ത സെറ്റ്. ഇത്രയും ഈ 3 ഐറ്റമാണ് ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാനായിട്ട് പോകുന്നത് കേട്ടോ. കണ്ടല്ലോ വർക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ. അപ്പം ഈ കൈകൊണ്ട് ഉണ്ടാക്കുന്ന ചിക്കൻ കറി വർക്കും മെഷീനിൽ ഉണ്ടാക്കുന്ന ചിക്കൻ കറി വർക്കും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. സോ എനിക്ക് എക്സ്പ്ലനേഷൻ തന്നേ മതിയാകൂ, കാരണം ഇത് ഇതുപോലെ ചെയ്യണതാണ് കേട്ടോ. അല്ലാതെ മെഷീൻ്റെ അകത്ത് കയറ്റി ചുമ്മാ വെറുതെ ത്രെഡ് കൊണ്ട് അടിച്ചെടുക്കുന്ന സാധനമല്ല. ഈ പ്യോർ ജോർജറ്റിൽ ഇതുപോലെ വർക്ക് ചെയ്തെടുക്കുന്ന പ്രോഡക്റ്റുകളാണ്. അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഞാൻ ഓരോന്നായിട്ട് ചെയ്ത കുറച്ച് ഡിസൈൻസ്, ഞാൻ എനിക്ക് വേണ്ടി ചെയ്ത കുറച്ച് ഡിസൈൻസ് വെറുതെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ കുറച്ച് നല്ല ഡിസൈൻസ് കുർത്തീസിലും ചുരിദാർ മെറ്റീരിയൽസിലും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് കളർ ചാർട്ടുകളും നല്ല ബ്രൈറ്റും പേസ്റ്റലുമായിട്ടുള്ള കുറച്ച് ചാർട്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് സാരീസും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം. അപ്പം നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് മാനുഫാക്ചറിൻ്റെ അടുത്ത് പോയി ചെയ്ത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരും. വളരെ പ്രീമിയം ആയിട്ടുള്ള കളക്ഷൻസ്, ഏറ്റവും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി. ഇതെല്ലാം ഹാൻഡാണ് കേട്ടോ, കംപ്ലീറ്റ്ലി. ഒരെണ്ണം പോലും മെഷീനിലുള്ള പ്രൊഡക്റ്റുകളില്ല, കംപ്ലീറ്റ്ലി ഹാൻഡാണ്. ഹാൻഡും കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഓരോ പ്രൊഡക്റ്റിൻ്റെയും റേറ്റ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മൾ യൂട്യൂബ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണുക. ഓക്കെ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നല്ല കോട്ടണിലും പ്യോർ ജോർജറ്റിലും അതുപോലെ തന്നെ ചെന്തേരിയിലും ഒക്കെയാണ് കുർത്തീസും സാരീസും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നല്ല ചെന്തേരിയിലെ സാരീസാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല പ്യോർ ചെന്തേരിയിൽ ചിക്കൻ കാരി വർക്ക് വരുന്ന സാരീസ്. അതൊക്കെ ഓരോ കൗണ്ടേഴ്സിലും 4000 രൂപയ്ക്ക് മുകളിലുള്ള സാരീസാണ്. ഞങ്ങളുടെ പ്രൈസ് റേഞ്ച് വന്നു കഴിയുമ്പോഴാണ് നിങ്ങൾ ഞെട്ടാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.